അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര മഴയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഇവിടെ യു എയിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 75 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മഴ എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞാനൊക്കെ എണീക്കുന്നത് തന്നെ ഭയങ്കര സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അങ്ങനെ പുറത്ത് പോയി നോക്കിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമുക്കൊന്നും കാണാൻ പറ്റാത്തത്ര മഴയായിരുന്നു. അപ്പോൾ മഴ കൊണ്ടുകൊണ്ട് തന്നെ കാറൊക്കെ എടുത്തിട്ട് മോളെ കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയതാട്ടോ അത്. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമുക്കൊന്നും ശരിക്കും ഒരു 9 മണി ഒക്കെ ആയപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോഴൊന്നും നമുക്ക് പുറത്തേക്കൊന്നും കാണുന്നില്ലായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഇരുട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ലൈറ്റൊക്കെ വന്നത് കേട്ടോ. അതുവരെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മഴയെല്ലാം ഒന്ന് ഒതുങ്ങി കേട്ടോ. അപ്പോഴേക്കും തന്നെ റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് പെയ്യും പിന്നെ കുറച്ചൊന്ന് നിൽക്കും. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം കയറിയതൊക്കെ ഇങ്ങനെ താന്നു പോകും, പിന്നെയും മഴ പെയ്യും, പിന്നെയും അതേപോലെ തന്നെ ആവും. അങ്ങനെ പോകുമായിരുന്നു കേട്ടോ ഒരു 2 ദിവസം. അപ്പം ഇങ്ങനെ ഒരു മഴ നമ്മളെല്ലാവരും ഇവിടെ ഫസ്റ്റ് ടൈമാട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കുറച്ച് ലൈറ്റൊക്കെ വന്നതിന് ശേഷം ഞാൻ കുഷ്യൻ കവേഴ്സും അതേപോലെ തന്നെ ആ ഒരു സോഫ സ്പ്രെഡും എല്ലാം മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഇവിടെ യു എയിൽ മഴ പെയ്താൽ അറിയാമല്ലോ, പെട്ടെന്ന് വെള്ളം പൊന്തും. അപ്പം നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള റോഡും പിന്നെ നമ്മളുടെ മുന്നിലുള്ള ഒരു റോഡിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വെള്ളം ഫുള്ള് കവറായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മഴയെല്ലാം ഒന്ന് ഒതുങ്ങിയപ്പം ഓഫീസിൽ പോയിട്ടോ. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഉമ്മയും കാക്കയും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ബിരിയാണി ആക്കിയാൽ എല്ലാവർക്കും അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം പ്രോൺസിൻ്റെ ഒരു ബിരിയാണി ആട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ കാണിക്കാം ഇതിൽ. ഞാൻ എങ്ങനെയാണ് ബിരിയാണി വെക്കുന്നത് എന്നുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ. പെട്ടെന്ന് നമുക്ക് പണി തീരും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ബിരിയാണിക്ക് പൊതുവേ ഞാൻ ഉള്ളി വഴറ്റാറുള്ളത്. ഞാനിവിടെ ഒരു 4 ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ 4 കപ്പ് അരിയാണ് ചോറ് വെക്കാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ഉള്ളിയാണ് ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ഷെയർ ആക്കിയിട്ടില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഉള്ളി നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. ശരിക്കും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴന്നാൽ പോരാ കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളി പൊരിച്ചിട്ട് നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കൂലേ, അതിന് പകരമാണ് ഞാനിങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം നമുക്ക് ആ പൊരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. പൊരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. ഇതാകുമ്പം നന്നായിട്ട് പൊരിഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ 2 തക്കാളിയും പിന്നെ ഒരു 2.25 ടേബിൾ സ്പൂൺ ഞാൻ ജിഞ്ചക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു ടൊമാറ്റോ എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരുന്നവരെ തന്നെ വഴറ്റണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയിലേക്കുള്ള നെയ്ച്ചോറും കൂടി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ പൊതുവേ നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി വെക്കാറ്. ചിലരിങ്ങനെ തിളപ്പിച്ച് ഊറ്റിയിട്ടും ബിരിയാണി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ നെയ്ച്ചോറാക്കിയിട്ട് വെക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം. ഞാൻ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലയും ഞാൻ ആ ഒരു ഇൻഫ്യൂസറിലാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മളുടെ മസാല നന്നായി വഴഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അധിക പൊടികളൊന്നും ചേർക്കാറില്ല കേട്ടോ. ഞാൻ ആകെ ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഗരം മസാല ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. കുരുമുളക് പൊടിയും ഞാൻ അത്ര തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈരും പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കിലോ പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കാട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 1 കിലോ പ്രോൺസ് ഞാൻ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ. പിന്നെ ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി കുക്ക് ചെയ്യുന്നത് നമ്മൾ ദമ്മിലാട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെക്കാനെടുത്ത പാത്രം കുറച്ച് ചെറുതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ദം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പെട്ടെന്ന് തന്നെ പരിപാടി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ ദം ചെയ്യാണ്. അപ്പോൾ ഫുള്ള് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്നിങ്ങനെ കുത്തി കൊടുക്കുന്നു കേട്ടോ. ആ ഒരു അടിയിൽ നിന്നുള്ള ആ ഒരു ചെമ്മീൻ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു എല്ലാ ചോറിൻ്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മൾ ദം ചെയ്യുന്ന പ്രോസസ്സ് തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കുക, പിന്നെ അതേപോലെ മല്ലിയില ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാലയും ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പൊരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് പൊതുവേ ബിരിയാണിയിൽ അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അത് ചേർത്തെന്ന് വെച്ചിട്ട് ബിരിയാണിക്ക് അങ്ങനെ എക്സ്ട്രാ ടേസ്റ്റ് ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും, അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ളൂ. അല്ലാതെ ബിരിയാണിക്ക് അതെന്താ വെച്ചിട്ട് മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ഡെക്കറേഷന് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ദം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി റെഡി ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഗോവൻ പുഡിങ് അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് പുഡിങ് എന്നൊക്കെ പറയാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സെറാഡൂറ എന്നിട്ടോ അതിൻ്റെ പേര്. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തിക്ക് ക്രീം ആട്ടോ വേണ്ടത്. അപ്പോൾ അത് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കാരമലിൻ്റെ സാഷേ ഇല്ലേ, നമുക്കിങ്ങനെ കാരമൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടൂലേ, അപ്പോൾ അതിൻ്റെ ഒരു സാഷയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറച്ച് വാനില എസൻസ് കൂടി ഒറ്റിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് നോർമലി ഈ സെറാഡോറ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക നമ്മൾ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. പക്ഷേ എനിക്കിവിടെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പിസ്താഷ്യോ ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുക കേട്ടോ. ഞാൻ പൊടിക്കുമ്പോൾ നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിക്കണം. പക്ഷെ ഞാൻ കുറച്ച് കടിക്കാൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വല്ലാണ്ട് പൗഡർ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഒന്ന് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ പുഡിങ്ങിലൊക്കെ ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സും കൂടി പൊടിച്ചിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത്, പിന്നെ ക്രീം ഇട്ട് കൊടുത്ത്, പിന്നെ ആ ഒരു ആൽമണ്ടിൻ്റെ ഒരു ലെയർ കൊടുത്ത്, പിന്നെ വീണ്ടും ബിസ്ക്കറ്റ് കൊടുത്ത്, പിന്നെ വീണ്ടും ക്രീം കൊടുത്ത്, പിന്നെ വീണ്ടും ആൽമണ്ട്സ് പൊടിച്ചത് കൊടുത്തിട്ടോ. പിന്നെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കാരമലിൻ്റെ പാക്കറ്റിൽ നമുക്കിങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്തതും കൂടി ഒരു പാക്കറ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് കിട്ടും. അതെന്തായാലും നമുക്ക് ആ ഒരു പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ പുഡിങ്. ഇനി നമുക്കത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ക്രീമൊക്കെ കുറച്ച് ലൂസായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിലെടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അത് ഫുള്ള് സെറ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്പൂണിൽ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു പുഡിങ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കേട്ടോ.
അപ്പോഴേക്കും തന്നെ നമ്മളുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോവാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പിയുടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും 2 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീണ്ടും മഴ ഭയങ്കര ശക്തിയായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കാം, എന്താണ് പുറത്ത് അവസ്ഥ എന്നുള്ളത് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ അബുദാബിയിൽ അങ്ങനെ വലിയ പ്രശ്നമാവാറില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നത്. കാരണം നമുക്കങ്ങനെ വണ്ടികളങ്ങനെ മുങ്ങിയിട്ട് അങ്ങനെയൊന്നും കാണാറില്ല അങ്ങനെ അബുദാബി സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. കുറേയൊക്കെ റോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കാറുകളൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, കാണാനും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മഴ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും കേട്ടോ. ഭയങ്കരമായിട്ട് ഇരുട്ട് മൂടിയ ഒരു ക്ലൈമറ്റ് ആവുമായിരുന്നു. നമ്മളുടെ സ്ഥിരം സ്പോട്ടായ കോർണിഷിലേക്കാട്ടോ പോയി നോക്കിയത്. അപ്പോൾ അവിടെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ആ ഒരു സ്കൈയും പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു കടലിൻ്റെ കളറൊക്കെ മാറിയിട്ട് വേറെ തന്നെ ഒരു കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നിട്ടോ. പക്ഷെ അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ മഴ പെയ്തു. അപ്പോൾ നമ്മൾ വേഗം കാറിലേക്ക് പോയി. ഒരുവിധം എല്ലാവരും കാർ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ഫുള്ളാവണമെങ്കിൽ ഒരു ചായയും കൂടി വേണം. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.